ഏത് വണ്ടിയിലായിരിക്കും ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ളത്? നമ്മുടെ പുതിയ സിയറയിലാണോ അതോ സെക്കൻഡ് ജനറേഷൻ സെൽറ്റോസിലാണോ? ഒരു സംശയം വേണ്ട, ഇപ്പം തന്നെ നോക്കിയേക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, രണ്ട് വാഹനങ്ങളും ഇഷ്ടംപോലെ കോമൺ ഫീച്ചേഴ്സ് വരുന്നുണ്ട്. രണ്ടും നല്ല ലോഡഡ് ആയിട്ടുള്ള വണ്ടികൾ തന്നെയാണ്. പക്ഷേ നമുക്ക് ആദ്യം സിയറയിൽ എക്സ്ട്രാ കിട്ടുന്ന ഫീച്ചേഴ്സ് നോക്കാം. അതിൽ ആദ്യത്തേത് 3 ഡിസ്പ്ലേ ആണ്. പാസഞ്ചർ സൈഡ് ഡിസ്പ്ലേ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഓഗ്മെന്റഡ് റിയാലിറ്റിയുള്ള ഹെഡ് അപ്പ് ഡിസ്പ്ലേ അതിനകത്തുണ്ട്. സെൽറ്റോസിൽ നോർമലാണ്. പിന്നെ നമുക്ക് ഫ്രണ്ട് സീറ്റ്സിൽ സിയറിൽ അഡ്ജസ്റ്റബിൾ തൈ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അത് സെൽറ്റോസിലില്ല. പിന്നെ നമുക്ക് ഇതിനകത്ത് വരുന്ന 12 സ്പീക്കർ ഓഡിയോ സിസ്റ്റം ആണ് JBLന്റെ. അതിനകത്ത് തന്നെ 16 സൗണ്ട് മോഡ്സ് ഉണ്ട്. അതും നമുക്ക് സെൽറ്റോസിലില്ല. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ കിട്ടുന്ന സംഭവമാണ് പവേർഡ് ടെയിൽ ഗേറ്റ്. അത് മാത്രമല്ല 622 ലിറ്റേഴ്സിൻ്റെ സ്റ്റോറേജും വരുന്നുണ്ട്. സെൽറ്റോസിൽ 470 ലിറ്റേഴ്സേ ഉള്ളൂ. സോ സ്റ്റോറേജും വലുതാണ്, പവർ ടെയിൽ ഗേറ്റും ഉണ്ട്. ഇനി പിന്നെ വരുന്ന 19 ഇഞ്ച് അലോയ് വീൽസും അതുപോലെ തന്നെ 205 mm ഗ്രൗണ്ട് ക്ലിയറൻസും ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സിയറിൽ കിട്ടുന്നത്. ഇനി സെൽറ്റോസിൽ എക്സ്ട്രാ കിട്ടുന്ന ഫീച്ചേഴ്സ് ഇത്തിരി പ്രാക്ടിക്കൽ യൂസബിൾ ഫീച്ചേഴ്സ് ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിൽ ആദ്യത്തേത് 10 വേ ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ ഡ്രൈവർ സീറ്റ് ആണ്. സിയറിൽ നമുക്ക് 6 വേ ഉള്ളൂ. രണ്ടിലും മെമ്മറി ഫംഗ്ഷൻ ഒക്കെ ഉണ്ട്. ഇനി ഇൻബിൽറ്റ് ഫ്രണ്ട് ആൻഡ് റിയർ ഡാഷ് ക്യാം നമുക്ക് സെൽറ്റോസിലുണ്ട്, സിയറിലില്ല. വേറെ വെക്കേണ്ടി വരും സിയറിൽ. അതുപോലെ തന്നെ ഫ്രണ്ടിലത്തെ ബോണറ്റ് തുറക്കുമ്പോൾ ഹൈഡ്രോളിക് സ്റ്റാർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. സെഗ്മെന്റൽ എക്സ്ക്ലൂസീവ് ആണ്. ഇനി എല്ലാവരും ടച്ച് ബേസ്ഡ് ബട്ടൺസിലേക്ക് പോകുമ്പോൾ നമുക്ക് സെൽറ്റോസിൽ ഇപ്പോഴും കുറേ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഫിസിക്കൽ ബട്ടൺസ് അവൈലബിൾ ആണ്. നമുക്ക് ടച്ച് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ സ്റ്റിയറിംഗ് മോഡൽ പാഡൽ ഷിഫ്റ്റേഴ്സ് ആണെങ്കിലും 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് ഉള്ളതുകൊണ്ട് അത്യാവശ്യം ഫാസ്റ്റ് ആണ്. സിയറിൽ അത് കുറച്ച് സ്ലോ ആണ്. ഇത്രയൊക്കെയാണ് രണ്ട് വണ്ടികളും ഫീച്ചേഴ്സിന് ഡിഫറൻസ് വരുന്നത്. ഇതിൽ ഏത് വണ്ടിയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയുക.